ഇന്ന് രാവിലെ നേരത്തെ തന്നെ ഏട്ടൻ്റെ ഈ ബീഫും കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. കുറേ വർഷങ്ങൾക്ക് ശേഷം നമ്മളിങ്ങനെ ആദ്യമായിട്ട് ബീഫ് കറി വെക്കാനായിട്ട് പോവുക. അത് മേടിച്ചുകൊണ്ട് വന്നപ്പോഴാണ് നമ്മൾ അറിയുന്നത് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഏട്ടനും ഞാനും കൂടെയുള്ള മൽപ്പിടുത്തത്തിൽ എങ്ങനെയൊക്കെ ബീഫ് എല്ലാം ഒന്ന് കട്ട് ചെയ്ത് നന്നായി ക്ലീൻ ചെയ്ത് കുക്കറിലേക്ക് വാരി ഇടുന്നുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് പിന്നെ കുറച്ച് ഒരു 1/2 ഗ്ലാസ് അളവിൽ വെള്ളം കൂടെ ഒഴിച്ച് നമ്മൾ അതൊന്ന് വേവിക്കാനായിട്ട് വെക്കും. അങ്ങനെ കുറേ വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഈ ഒരു ബീഫ് ഉണ്ടാക്കുന്നത് എന്താവും എങ്ങനെയാവും എന്നൊന്നും അറിഞ്ഞൂടെ നമുക്ക് അവസാനം വരെ കണ്ടോക്കാം. അങ്ങനെ ബീഫ് എല്ലാം തന്നെ നല്ലതുപോലെ കുക്കറിലൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്ത് ചേർക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ചതച്ചെടുത്തിട്ടുള്ള ചെറിയുള്ളി ചേർത്തു. പിന്നെ അതിലേക്ക് വലിയുള്ളിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് തക്കാളിയും പിന്നെ കുറച്ച് പച്ചമുളകും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാല നമുക്കൊന്ന് റെഡിയാക്കി വെക്കണം. കുറച്ചധികം കുരുമുളകും പിന്നെ പട്ട ഗ്രാമ്പു പിന്നെ ജീരകവും കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് മാറ്റി വെക്കുക കേട്ടോ. ആ സമയം കൊണ്ട് നമുക്കൊരു ചീനച്ചട്ടിയിൽ മുളകും മല്ലിയും ഒന്ന് ചൂടാക്കിയിട്ട് നമ്മൾ വഴറ്റിയെടുത്തിട്ടുള്ള ആ ഒരു ഗ്രേവിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫും പിന്നെ നമ്മൾ നേരത്തെ അരച്ചെടുത്തിട്ടുള്ള മസാല ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഇതൊന്ന് അടച്ച് വെക്കാം. ഇനി നമുക്ക് വേറൊരു ചെറിയൊരു പരിപാടിയും കൂടി ഉണ്ട്. ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ തേങ്ങാക്കൊത്ത് എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കേണ്ട. ജസ്റ്റ് ആ ഒരു എണ്ണയിൽ ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഈ ഒരു ബീഫിലേക്ക് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി ഒന്ന് അടച്ച് നന്നായി വറ്റിച്ചെടുക്കണം കേട്ടോ. ഇനി ഈ ഒരു വെള്ളമൊക്കെ തന്നെ വറ്റി കുറുകി നല്ല ഡ്രൈ ആയിട്ട് വരുന്നവരെ ഇതെങ്ങനെ തന്നെ വെക്കണം കേട്ടോ. നമ്മൾ ഈ ഓൾറെഡി നമ്മൾ കുക്കറിലിട്ട് ബീഫ് നല്ലതുപോലെ വേവിച്ചെടുത്തതാണെങ്കിൽ കൂടെ ഇങ്ങനെയും കൂടെ നല്ലതുപോലെ ഒന്ന് വരട്ടെടുക്കുമ്പോഴാണ് ആ ഒരു ബീഫിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. അങ്ങനെ കുറേ വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഒരു ബീഫ് കറി ഉണ്ടാക്കിയത് വീട്ടിൽ എല്ലാവർക്കും തന്നെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. പോട്ടെ ബൈ. വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.